20-ാം നൂറ്റാണ്ടിലെ കത്തോലിക്ക സഭയിലെ ഏറ്റവും ശ്രദ്ധേയമായ മിസ്റ്റിക്കുകളിൽ ഒന്നായിരുന്ന മരിയ തെരേസ കാർലോണിയുടെ ജീവിതം നമുക്കിപ്പോഴും പ്രചോദനമാണ്. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾക്ക് കീഴിൽ പീഡിപ്പിക്കപ്പെട്ട, നിശബ്ദമാക്കപ്പെട്ട സഭയുടെ ശബ്ദമെന്നാണ് മരിയ തെരേസ കാർലോണി അറിയപ്പെടുന്നത്. ഒരേ സമയം 2 സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടാനുള്ള വരം, ശരീരത്തിൽ ക്രിസ്തുവിന്റെ 5 തിരുമുറിവുകൾ എന്നിവയാൽ അനുഗ്രഹീതയായിരുന്നു ഈ ഇറ്റാലിയൻ വനിത. 1919 ഇറ്റലിയിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച മരിയ 4-ാം വയസ്സിൽ അനാഥയായി. ചില മോശം അനുഭവങ്ങൾ കാരണം ചെറുപ്പത്തിൽ സഭയിൽ നിന്നകന്ന അവൾ 32-ാം വയസ്സിൽ ഫാദർ ക്രിസ്റ്റഫറോ ക്യാമ്പനിയുടെ ആത്മീയ ശിക്ഷണത്തിലൂടെയാണ് വീണ്ടും കത്തോലിക്ക സഭയിലേക്ക് മടങ്ങിയെത്തിയത്. 1952 ഒരു ദുഃഖവെള്ളിയാഴ്ച മരിയയുടെ ശരീരത്തിൽ അത്ഭുതകരമായ തിരുമുറിവുകൾ പ്രത്യക്ഷപ്പെട്ടു. മറ്റുള്ളവരുടെ പാപപരിഹാരത്തിനായി ശാരീരികവും മാനസികവുമായ പീഡകൾ സ്വയം ഏറ്റുവാങ്ങുന്ന വിക്ടിം സോളായി മരിയ തെരേസ കാർലോണി മാറി. 1953 മരിക്കാറായ സോവിയറ്റ് ഭരണാധികാരി സ്റ്റാലിന്റെ ആത്മാവിന്റെ രക്ഷയ്ക്കായി ഈശോയുടെ നിർദ്ദേശപ്രകാരം 3 മണിക്കൂർ അതികഠിനമായ പീഡനങ്ങൾ മരിയ ഏറ്റുവാങ്ങിയത് ചരിത്രത്തിലെ വിസ്മയകരമായ സംഭവമാണ്. ബൈലൊക്കേഷൻ വരത്തിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന മെത്രാന്മാരെയും വൈദികരെയും സന്ദർശിക്കാൻ മരിയയ്ക്ക് കഴിഞ്ഞിരുന്നു. പയസ് 12-ാമൻ മാർപ്പാപ്പയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന മരിയ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെ സഭയുടെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായ വിവരങ്ങൾ നൽകിയിരുന്നു. 1981 ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയ്ക്ക് വെടിയേറ്റപ്പോൾ ആശുപത്രിയിൽ അദ്ദേഹത്തിനരികിൽ മരിയ തന്റെ ബൈലൊക്കേഷൻ വരത്തിലൂടെ 5 മണിക്കൂറോളം ചെലവഴിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1967 വിശുദ്ധനാട് സന്ദർശിച്ചപ്പോൾ ഒരു ഇടയന്റെ രൂപത്തിൽ ഈശോ തനിക്ക് 3 തവണ പ്രത്യക്ഷപ്പെട്ടതായി മരിയ തന്റെ ഡയറിയിൽ വിവരിക്കുന്നുണ്ട്. ഗത്സമനി തോട്ടത്തിൽ വെച്ച് ഈശോ പ്രാർത്ഥിച്ച യഥാർത്ഥ സ്ഥലം മരിയയ്ക്ക് കാണിച്ചു കൊടുക്കുകയും താൻ എപ്പോഴും കൂടെയുണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. നീണ്ട കാലത്തെ രോഗപീഠകൾക്കും ആത്മീയ സഹനങ്ങൾക്കും ശേഷം 1983 ജനുവരി 17 മരിയ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടത്. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണെന്ന വചനമാണ് അവളുടെ കല്ലറയിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. തന്റെ ജീവിതരേഖകളെല്ലാം പോളണ്ടിലെ ക്രിസ്റ്റോചോവ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിന് മരിയ തെരേസ കാർലോണി സമർപ്പിച്ചു. സഭയുടെ കഠിനമായ കാലഘട്ടത്തിൽ അദൃശ്യമായ പ്രാർത്ഥനകളിലൂടെയും അത്ഭുത പ്രവർത്തനങ്ങളിലൂടെയും കരുത്തു പകർന്ന മരിയ തെരേസ കാർലോണി ഇന്നും ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് വലിയ പ്രചോദനമാണ്.